ഹായ് കൂട്ടുകാർ, ഞാനിതാ നിങ്ങൾക്ക് കഥയുമായി എത്തിയിരിക്കുകയാണ്. അതിനു മുൻപ് മാതാപിതാക്കളോടൊരു കാര്യം ഞാൻ പറയട്ടെ. ഇന്നത്തെ തിരക്കേറിയ ജീവിത സാഹചര്യം മൂലം നമ്മുടെ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു സഹായമാകാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഓഡിയോ കഥ പറച്ചിൽ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് ഞാൻ നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്യുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് കഥ കേട്ടാലോ കൂട്ടുകാരെ. ചിത്രത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ. ആരെയാണ് കാണുന്നത്? ഒരു മരം വെട്ടുകാരനെ കാണാം, പിന്നെ ഒരു വനദേവതയും കാണാം. ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കഥ ഏതെന്ന് മനസ്സിലായി കാണും. എങ്കിലും ഈ കഥ കേൾക്കാത്ത കുഞ്ഞുങ്ങൾക്കായിട്ട് ഞാനിത് പറഞ്ഞു തരാം. കഥയുടെ പേരാണ് സത്യസന്ധനായ മരം വെട്ടുകാരൻ. ഒരു ഗ്രാമത്തിൽ രാമു എന്നൊരു മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. അടുത്തുള്ള കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് വിറ്റാണ് അയാൾ ജീവിച്ചിരുന്നത്. ഒരിക്കൽ അയാൾ കാടിന് നടുവിലുള്ള കുളത്തിൻ്റെ അടുത്തുള്ള ഉണങ്ങിയ മരം വെട്ടുകയായിരുന്നു. അയാൾ മരം വെട്ടുന്നതിൻ്റെ ഇടയിൽ അയാളുടെ കോടാലി തെറിച്ചു കുളത്തിൽ വീണു. ആഴമുള്ള കുളമായതിനാൽ കോടാലി എടുക്കാൻ പാവൻ രാമുവിന് സാധിച്ചില്ല. അയാൾ വളരെ വിഷമത്തിലായി. അങ്ങനെ വിഷമിച്ച് കുളത്തിൻ്റെ അരികിലിരിക്കുകയായിരുന്നു. പെട്ടെന്നതാ കുളത്തിൻ്റെ നടുവിൽ നിന്ന് വലിയ ഒരു വെളിച്ചം. രാമു പേടിച്ചു പോയി. രാമു പേടിയോടുകൂടി കുളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആരെ അവിടെ കണ്ടത്? ആരെന്നറിയാമോ? വനദേവത. രാമു, നീ പേടിക്കേണ്ട, ഞാൻ വനദേവതയാണ്. എന്തിനാണ് നീ വിഷമിച്ചിരിക്കുന്നത്? വനദേവത ചോദിച്ചു. രാമു പറഞ്ഞു, എൻ്റെ കോടാലി മരം വെട്ടുന്നതിൻ്റെ ഇടയിൽ തെറിച്ച് കുളത്തിൽ വീണു. അതെടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അത് ഉണ്ടെങ്കിലേ എനിക്ക് പണിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. വനദേവത പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. അത് കേട്ടപ്പോൾ രാമുവിന് സന്തോഷമായി. വനദേവത രാമുവിൻ്റെ സത്യസന്ധത പരീക്ഷിക്കാൻ തീരുമാനിച്ചു. വനദേവത കുളത്തിൽ മുങ്ങിയിട്ട് ഒരു സ്വർണ്ണ കോടാലിയുമായി പൊങ്ങി വന്നു. രാമു, ഇതാണോ നിന്റെ കോടാലി? രാമു പറഞ്ഞു, അയ്യോ, ഇതെൻ്റെ കോടാലിയല്ല. വനദേവത വീണ്ടും കുളത്തിലേക്ക് പോയി. കുളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു വെള്ളി കോടാലിയുമായി പൊങ്ങി വന്നു. രാമു, ഇതാണോ നിന്റെ കോടാലി? രാമു പറഞ്ഞു, അയ്യോ വനദേവതേ, ഇതല്ല എൻ്റെ കോടാലി. വനദേവത വീണ്ടും കുളത്തിൻ്റെ അടിയിൽ പോയി ഒരു ഇരുമ്പ് കോടാലിയുമായി പൊങ്ങി വന്നു. രാമു, ഇതാണോ നിന്റെ കോടാലി? രാമു സന്തോഷത്തോടെ തുള്ളിച്ചാടി. വനദേവതേ, ഇത് തന്നെയാണ് എൻ്റെ കോടാലി. രാമുവിൻ്റെ സത്യസന്ധത കണ്ടപ്പോൾ വനദേവതയ്ക്ക് സന്തോഷമായി. വനദേവത രാമുവിനോട് പറഞ്ഞു, നിന്റെ സത്യസന്ധതയ്ക്കുള്ള സമ്മാനമായിട്ട് ഈ സ്വർണ്ണക്കോടാലിയും വെള്ളിക്കോടാലിയും നിനക്ക് സമ്മാനമായി ഞാൻ തരുന്നു. നീ ഇതുകൊണ്ട് പോയി സുഖമായി ജീവിച്ചോളൂ. വളരെ സന്തോഷത്തോടു കൂടി വനദേവത തന്ന കോടാലിയുമായി രാമു വീട്ടിലേക്ക് പോയി. അങ്ങനെ സ്വർണ്ണക്കോടാലിയും വെള്ളിക്കോടാലിയും വിറ്റ് കാശുകാരനായി രാമു തൻ്റെ കഷ്ടപ്പാടുകളെല്ലാം മാറി സുഖജീവിതം നയിച്ചു. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? സത്യസന്ധനായ രാമുവിനെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? കൂട്ടുകാരെ, നമ്മളും ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധരായി വളർന്നു വരണം. എങ്കിലേ നമ്മളെയും എല്ലാവരും ബഹുമാനിക്കുകയുള്ളൂ. അപ്പോൾ ശരി കൂട്ടുകാരെ, പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.